വേണ്ട വേണ്ട എന്ന് വിചാരിച്ച് വെച്ചിട്ട് ഞാൻ വീണ്ടും ഇപ്പം ഡ്രൈവർ, ഒരുപാട് ഡ്രൈവർ പരീക്ഷകൾ വരികയാണ്. നമ്മുടെ ഈ ചാനൽ തുടങ്ങിയത് തന്നെ ഡ്രൈവർ എന്ന പരീക്ഷയ്ക്ക് മാത്രം അടിസ്ഥാനമാക്കിയാണ്. പിന്നെയാണ് മറ്റു പരീക്ഷകളെ കുറിച്ച് ക്ലാസ്സുകൾ തുടങ്ങിയത്. ഡ്രൈവറിന്റെ പരീക്ഷയ്ക്ക് മാത്രമായിട്ടുള്ള ചാനലായിരുന്നു. സോ ഡ്രൈവർ സുഹൃത്തുക്കൾക്ക് വേണ്ടി വി വിൽ റീസ്റ്റാർട്ടിങ് ടെസ്റ്റിംഗ് നോളജ് ഓഫ് MB ആക്ട്. ഫസ്റ്റ് ചോദ്യം 1988, 89. എല്ലാരും ഡൗട്ടാണല്ലേ, 88 വന്ന നിയമം നിലവിൽ വന്നത് എനാക്ട് ചെയ്തത് 89-ലാണ്. നിലവിൽ വന്ന് ചോദിച്ചത് എഴുതണം, നിയമത്തെ കുറിച്ച് ചോദിച്ചത് എഴുതണം. പാസ്സാക്കിയത് 88-ആണ്, നിലവിൽ വന്നത് 89-ആണ്. അതിന്റെ ഒരു രൂപരേഖ ഈ വീഡിയോ തന്നെ തരാം. ആദ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഈ ഫോഴ്സ് ഡ്രൈവറിന് മാത്രമാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. കാര്യം ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 എന്ന് പറയുന്ന ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ ആണ്. എന്താണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് അറിഞ്ഞിരുന്നാൽ മതി. മനസ്സിലായോ? 2 ആണ് അത് എന്ന് പറഞ്ഞ് ഇത് ചോദിക്കും, കാരണം ഇതിൽ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് പഠിക്കുന്നത്. MB ആക്ടില് 2 2x2 ആണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ സെക്ഷനിൽ ഉപവകുപ്പ് 2 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു നമ്മൾ പഠിക്കുന്ന കാര്യം അതിൽ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഈ സിലബസിലെ. അപ്പൊ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾസിനെ കുറിച്ചാണ് 2 എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ പറയുന്നത്. ഏത് സെക്ഷൻ? MB ആക്ടിന്റെ സെക്ഷൻ. ഈ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സിറ്റിയിലെ കണ്ടിട്ടില്ലേ, KSRTC ബസ് 2 ഇതായിട്ട് നടുക്കൊരു കണക്ഷൻ വെച്ച് പോകുന്നത്. അതേപോലെ ഒരു ട്രെയിലറിനെയോ ഒരു സെമി ട്രെയിലറിനെയോ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു വാഹനത്തെയാണ് ഈ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഇതിന് ഈ പേര് വരാൻ കാരണം വെച്ചാൽ, ഇങ്ങനെ പോകുമ്പോ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, ഇത് എൻജിൻ കമ്പാർട്ട്മെന്റ്, ഇത് വലിച്ചുകൊണ്ട് പോകുന്ന ലോഡ്. അപ്പൊ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കപ്ലിങ് കാണും. ഒരു ടെമ്പററി ആയിട്ടുള്ളതോ പെർമനന്റ് ആയിട്ടുള്ള ഒരു കപ്ലിങ് കാണും. ഇത് ഓട്ടിക്കുന്ന ഭാഗം, ക്യാബിൻ ഉൾപ്പെടെ, ഇത് ലോഡ് ബോഡി. അപ്പൊ ഇത് തമ്മിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കും, ചെറിയൊരു ഗ്യാപ്പും കാണും. അപ്പൊ ഇതിവിടെ എത്തുമ്പോ ഇങ്ങനെ വളയും. അപ്പൊ ഇത് ഇങ്ങനെ പോകും. ഇത് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ആവാം, പക്ഷെ ഇതപ്പൊ വളയൂല. അപ്പൊ കൂടുതൽ തിരിവും വളവും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതാണ് ഈ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കപ്ലിംഗ് മുഖാന്തരം ഒരു പിവറ്റ് ജോയിന്റ് വഴിയാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പിവറ്റ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആക്സിസിൽ മാത്രമുള്ളത്, ഒരൊറ്റ ആക്സിസ്. അതായത് ഇതാണ് ഈ സാധനം ആക്സിസ്. ഇവിടെ ലോഡ് ബോഡി, ഇത് ക്യാബിൻ കമ്പാർട്ട്മെന്റ്. ഓക്കെ, ഇനി 2-4 എന്ന് പറയുന്ന RC ബുക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 2-4. 2x4 2 ഉപവകുപ്പ് 4. ഈ RC ബുക്കിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ, ഒരു വാഹനത്തിന് RC ബുക്ക് ഇല്ലെങ്കിൽ അത് രജിസ്ട്രേഷൻ ഇല്ല എന്നാണ് അർത്ഥം. ആദ്യം വാഹനം എടുക്കുമ്പോൾ ടെമ്പററി രജിസ്ട്രേഷൻ ആണ് ഉണ്ടാവുന്നത്. ടെമ്പററി രജിസ്ട്രേഷന്റെ കാലാവധി 30 ദിവസമാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സാധാരണ നോൺ ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള വെഹിക്കിൾസിന്, അതായത് ബാഡ്ജ് ഇല്ലാത്ത വെഹിക്കിൾസിന്, ഇപ്പം 4 വീലർ ഒന്നിനും വേണ്ട ബാഡ്ജ്, 15 വർഷമാണ് ഈ രജിസ്ട്രേഷൻ കാലാവധി. അത് കഴിഞ്ഞ് അത് പുതുക്കി ടെസ്റ്റ് ചെയ്തതിനു ശേഷം 5 വർഷത്തേക്കാണ് പുതുക്കി നൽകുന്നത്. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോമിന്റെ ഫോൺ നമ്പർ 20 ആണ് കേട്ടോ. ഫോൺ നമ്പർ 20 ആണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി കൊടുക്കുന്ന അപേക്ഷാ ഫോം. ഇനി റിന്യൂ ചെയ്യാൻ വേണ്ടി, പുതുക്കാൻ വേണ്ടി കൊടുക്കുന്ന അപേക്ഷാ ഫോം നമ്പർ 25 ആണ്. നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിന്റെ ഈ കാലാവധി, രജിസ്ട്രേഷൻ കാലാവധി അവസാനിക്കുമ്പോഴത്തേക്ക് ചെയ്യേണ്ട കാര്യം, ഒന്നുകിൽ അവസാനിക്കുന്നതിന് 60 ദിവസം മുമ്പാണ് ലിമിറ്റ്. ലാസ്റ്റ് 60 ദിവസങ്ങൾ, 60 ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ പുതുക്കാൻ പറ്റും. ഓക്കെ, 5 വർഷത്തേക്കാണ് പിന്നെ പുതുക്കി നൽകുന്നത്. അപ്പൊ അവസാനത്തെ 50 കാലാവധി അവസാനിക്കുന്നതിന് മുമ്പത്തെ 60 ദിവസമാണെന്നുള്ള കാര്യം പഠിച്ചോണം. ഇനി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടാത്ത വാഹനങ്ങൾ ഏവാ? 0.25 കിലോ വാട്ടോ അല്ലെങ്കിൽ 250 കിലോ വാട്ടോ അല്ലെങ്കിൽ 25 km/h സ്പീഡിന് താഴെയുള്ള ഇലക്ട്രിക് സ്കൂട്ടറിന് RC ബുക്ക് വേണ്ട. അപ്പൊ പവർ പറയുകയാണെങ്കിൽ, വാട്ട് പറയുന്നത് പവറിലാണ്. കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ് 1 കിലോ വാട്ട്. അതുകൊണ്ടാണ് 0.25 കിലോ വാട്ട്, അല്ലെങ്കിൽ അതിന് 1000 കൊണ്ട് ഗുണിച്ചാൽ 250 കിട്ടും. 250 വാട്ട് പവറുള്ള വാഹനം, അല്ലെങ്കിൽ അതിന് താഴെ, ഈ പറയുന്ന വാല്യൂവിന് താഴെയുള്ള ഇലക്ട്രിക് സ്കൂട്ടർ, അല്ലെങ്കിൽ 25 കിലോമീറ്റർ സ്പീഡിൽ അപ്പുറം വേഗത ഇല്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിൽ RC ബുക്ക് വേണ്ട. ഓക്കെ, ഇനി അടുത്തത്
ഗോൾഡൻ അവർ അതാണ് 2-12 വകുപ്പിൽ എയിൽ പറയുന്നത്. ടു ക്ലോസ് 12A. ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ആക്സിഡന്റ് നടന്ന ആദ്യത്തെ 1 മണിക്കൂറിനെ പറയുന്നതാണ് ഗോൾഡൻ അവർ. അപ്പൊ ആ സമയത്ത് പണരഹിത ചികിത്സ ഉറപ്പാക്കണമെന്ന് ഉണ്ട്. പണരഹിതമായ ചികിത്സ ഉറപ്പാക്കണമെന്ന് ഉണ്ട്. GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2-15 അതിനെ കുറിച്ച് പറയുന്നത്. എന്താണ്? വാഹനത്തിന്റെ വെയിറ്റും വാഹനത്തിൽ നിഷ്കർഷിച്ച് നൽകിയിട്ടുള്ള ലോഡിന്റെ വെയിറ്റും ചേർന്നിട്ടുള്ള ആകെ വെയിറ്റിനെയാണ് GVW എന്ന് പറയുന്നത്. അതാണ് 2-15. GVW 7.5 ടൺ വരെ. 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോ. അപ്പൊ 7500 കിലോ വരെയുള്ള അല്ലെങ്കിൽ 7.5 കിലോ വരെയുള്ള 7.5 ടൺ വരെയുള്ള വാഹനങ്ങളെയാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറയുന്നത്. ഗ്രോസ് വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ അതായത് ഗ്രോസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ ഭാരവും അത് ചുമക്കുന്ന വെയിറ്റിന്റെ ലോഡിന്റെ ഭാരവും വരും, അനുബന്ധമായിട്ടുള്ള എല്ലാം ചേർത്ത്. ഇനി 7.5 മുതൽ 12 ടൺ വരെ അല്ലെങ്കിൽ 7500 മുതൽ 12000 കിലോ വരെ ഇടയിലുള്ള വാഹനങ്ങളെ ഇത് മുതൽ ഇത് വരെ അതിനെ MMV എന്ന് പറയും, മീഡിയം മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറയും. 12 ടണ്ണിന് മുകളിലോട്ടുള്ളത് പ്ലസ് ആയിട്ടുള്ളത് HMV എന്ന് പറയും, ഹെവി മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറയും. തെറ്റിപ്പോകല്. കാരണം എത്രയൊക്കെ അറിയാമെങ്കിലും ചിലപ്പം തരുമ്പോ 7 എന്നൊക്കെ ഓപ്ഷൻ കിടക്കുമ്പോൾ ഡൗട്ട് വരും. 7 ടണ്ണാണ്, 7.5 ആണ്, അങ്ങനെയൊക്കെ ഡൗട്ട് വരും. 12 ആണ്, 12.5 ആണ് എന്നൊക്കെ ഡൗട്ട് വരും. 12 ആണ്. HGV ഹെവി ഗുഡ്സ് വാഹനങ്ങളെ കുറിച്ച് 2-16 പറയുന്നു. ഹെവി പാസഞ്ചർ വാഹനത്തെ കുറിച്ച് 2-17 പറയുന്നു. എന്താണ് പാസഞ്ചർ വാഹനം, എന്താണ് ഗുഡ്സ് വാഹനം? ആ പേര് കിടപ്പുണ്ട്. ഗുഡ്സ് കൊണ്ടുപോകുന്ന ചരക്ക് കൊണ്ടുപോകുന്ന വാഹനമാണ് HGV. പാസഞ്ചറിനെ കൊണ്ട് ആൾക്കാരെ കൊണ്ടുപോകുന്ന വാഹനമാണ് HPV. ഇപ്പൊ 2-16-17 HGVയും HPVയും കുറിച്ച് പറയുന്നു. 2-34 പൊതുസ്ഥലത്തെ കുറിച്ച് പറയുന്നു. ഒരു വാഹനം നിർത്തുന്ന സ്റ്റോപ്പ്, ആളെ കയറ്റുന്ന സ്ഥലം, ആൾക്കാർ കാത്തിരിക്കുന്ന സ്ഥലം, ഇങ്ങനെയുള്ളതെല്ലാം പൊതുസ്ഥലമാണ്. അതിനെ 2-34 പറയുന്നു. 2-47 പറയുന്നത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ കുറിച്ചാണ്. 2-47 പറയുന്നത്. അപ്പൊ ഇനി അടുത്ത പോയിന്റ് മാർക്കാണ് MNT ടൈപ്പ് വാഹനങ്ങളും CMVR റൂൾസിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അനുബന്ധ 3ാമത്തെ വകുപ്പ് 2-C, 2-I, 2-W സിലബസ് ഭാഗമാണ്. M ടൈപ്പ് വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അല്ലെങ്കിൽ 4 കൂടുതൽ വീലുകളുള്ള വാഹനം, അത് പാസഞ്ചർ വാഹനമായിരിക്കും. 4 അതിൽ കൂടുതലോ വീലുകളുള്ള പാസഞ്ചർ വാഹനം, ആൾക്കാരെ കയറ്റിക്കൊണ്ടു പോകുന്ന വാഹനത്തെ M ടൈപ്പ് വാഹനം എന്ന് പറയുന്നു. M എന്ന് പറഞ്ഞാൽ മാൻ എന്നാലോചിച്ച, മാൻ മനുഷ്യൻ, MAN. ഓക്കെ. ഇനി M1 എന്ന് പറഞ്ഞാൽ അത് സീറ്റ് എണ്ണം പറയണം, 9 സീറ്റുള്ള വണ്ടിയാണ്. ഡ്രൈവർ സീറ്റിനെ കൂടാതെ 8 സീറ്റ് വരെ മാക്സിമം വരാവുന്ന വാഹനങ്ങളാണ് M1. ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്ന വാഹനം തന്നെയാണ്, പക്ഷെ ഡ്രൈവർ സീറ്റ് കൂടാതെ 8 വരെ അധികം വരാവൂ. ടോട്ടൽ 9 പേര്. 6 വരാം, 9 കൂടാൻ പാടില്ല. M2 എന്ന് പറഞ്ഞാൽ ഡ്രൈവർ സീറ്റ് കൂടാതെ 9 സീറ്റ് കൂടി വരാം, മൊത്തം 10 സീറ്റ് മാക്സിമം, ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ. പക്ഷേ 5 ടണ്ണിൽ കൂടാൻ പാടില്ല. വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 5 ടണ്ണിൽ കൂടാൻ പാടില്ല. എന്താണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് നമ്മൾ പഠിച്ചു. M2G, ഈ G ആലോചിച്ചോണേ. M2G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ M2 വെഹിക്കിൾ തന്നെയാണ് M2G വെഹിക്കിൾസ്. പക്ഷെ അതിനൊരു പ്രത്യേകത ഉണ്ട്, ഓഫ് റോഡ് ട്രാവലിംഗ് അവൈലബിൾ ആണ്. അതിന്റെ മറ്റൊരു പേരാണ് ക്രോസ് കൺട്രി. അറിഞ്ഞൂടെ ഓഫ് റോഡ് ട്രാവലിംഗ്? അറിഞ്ഞൂടെ? ക്രോസ് കൺട്രി ട്രാവലിംഗ് എന്ന് അതിനെ പറയും. M3 വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ കൂടാതെ 9 ആൾക്കാരെ സീറ്റുകൾ അതിലുണ്ടായിരിക്കും, മാക്സിമം 9 സീറ്റ്. പക്ഷെ 5 ടണ്ണിൽ കൂടുതലും വരാം. ഡ്രൈവറെ കൂടാതെ 9 സീറ്റ്, ടോട്ടൽ 10 സീറ്റ്. പക്ഷെ 5 ടണ്ണിൽ കൂടുതൽ വരാം ഗ്രോസ് വെയിറ്റ്. വരാത്തതാണ് ഈ M2. ഈ M3G എന്താണ്? G എന്ന് പറഞ്ഞാൽ ഈ M3 വെഹിക്കിൾസ് തന്നെയാണ്. ഡ്രൈവർ പ്ലസ് 9 സീറ്റ്, 5 ടണ്ണിൽ കൂടുതൽ ഭാരം, ഓഫ് റോഡ് അല്ലെങ്കിൽ ക്രോസ് കൺട്രി ട്രാവലിംഗ് ഉണ്ട്. N ടൈപ്പ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 അതിൽ കൂടുതലോ വീലുകളുള്ള ഗുഡ്സ് വാഹനങ്ങളെയാണ് N ടൈപ്പ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ നിയമവ്യവസ്ഥകൾക്ക് അനുയോജ്യമായി അതിന് പാസഞ്ചേഴ്സിനെയും കയറ്റാൻ പറ്റും. N ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വീലറോ അതിൽ കൂടുതലോ ഉള്ള
വാഹനങ്ങളാണ്, അത് ഗുഡ്സ് വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങളാണ്. അതിന്റെ നിബന്ധനകൾക്ക് വിധേയമായി ആൾക്കാരെയും കയറ്റാം. ഇനി N1 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വീലർ ആണ്. അല്ല, 4 വീലർ 4 വീലർ അത് കൂടുതലുണ്ട്. N1 ആകുമ്പോഴത്തേക്ക് അതിന് വെയിറ്റ് ആണ്, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 3.5 ടൺ വരെ പറ്റുള്ളൂ, അല്ലെങ്കിൽ 3500 കിലോ. ഇനി N2 വാഹനങ്ങളാണെങ്കിൽ, N2 ടൈപ്പ് ആണെങ്കിൽ 3500 മുതൽ 12000 കിലോ, അല്ലെങ്കിൽ 3.5 മുതൽ 12 ടൺ വരെയുള്ള വെയിറ്റ്. ഇനി അടുത്തതാണ് N3 ടൈപ്പ് എന്ന് പറഞ്ഞാൽ 12000 കിലോയ്ക്ക് മുകളിൽ, അല്ലെങ്കിൽ 12 ടണ്ണിന് മുകളിൽ ഭാരമുള്ള ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഉള്ള വാഹനങ്ങളാണ് N3 ടൈപ്പ് വാഹനം. ഇനി T ടൈപ്പ് എന്ന് പറഞ്ഞൊന്നുമില്ല. T ഫോർ ട്രെയിലർ ടൈപ്പ് വാഹനങ്ങളാണ് T ടൈപ്പ് എന്ന് പറയുന്നത്. അതിൽ T1 എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 0.75 ടൺ ആയിരിക്കും. T2 ആണെങ്കിൽ 0.75 തൊട്ട് 3 ടൺ വരെ ആയിരിക്കും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. T3 ആണെങ്കിൽ 3.5 തൊട്ട് 10 ടൺ വരെ ആയിരിക്കും. T4 ആണെങ്കിൽ 10 ടണ്ണിൽ കൂടുതലായിരിക്കും. ഇത്രയാണ് വെയിറ്റിന്റെ കാര്യത്തിലുള്ളത്. അടുത്ത നമ്മളെ റൂള് 2C 2I CMVR റൂള് 2W ഒക്കെയാണ്. 2C റൂളില് 2C എന്ന് പറഞ്ഞ അഗ്രികൾച്ചറൽ ട്രെയിലറിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഹാർവസ്റ്റർ, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. 2C എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ട്രെയിലേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ 2I അത് ഞാൻ പറയാം. 2I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2L അല്ല, 2I ആണ് കേട്ടോ. 2I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ L1 ആണ്. L1 വാഹനങ്ങളെ കുറിച്ചാണ് 2I പറയുന്നത്. L1 വാഹനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70 km/h വേഗത ഉള്ളതോ, അല്ലെങ്കിൽ 50 cc എന്ന് പറഞ്ഞാൽ ക്യൂബിക് കപ്പാസിറ്റി, എൻജിൻ കപ്പാസിറ്റിയാണ് പറയുന്നത്. 50 cc ക്യൂബിക് കപ്പാസിറ്റി ഉള്ള വാഹനങ്ങളോ, അല്ലെങ്കിൽ മോട്ടോർ പവർ പറയുകയാണെങ്കിൽ 4 കിലോവാട്ട് മോട്ടോർ പവർ ഉള്ള വാഹനങ്ങളോ, 4000 വാട്ട് അല്ലെങ്കിൽ 4 കിലോ വാട്ട്. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വാട്ടാണ് കേട്ടോ. അപ്പൊ ഇതിന് 4000 വാട്ട് എന്ന് വേണമെങ്കിലും തരാം. അങ്ങനെയുള്ള വാഹനങ്ങളാണ്. അങ്ങനെയുള്ള വാഹനങ്ങൾ ഏത് വാഹനങ്ങൾ? ടൂ വീലേഴ്സ് ആണ് ഇതിൽ പെടുന്നത്. ഇനി പരിവാഹൻ സേവാ പ്രകാരം ടൂ വീലേഴ്സിൽ ഈ വാട്ട് 4 കിലോ വാട്ട് എന്നുള്ളത് 2 കിലോ വാട്ട് വരെ എന്നാണ് പറയുന്നത്. അതേപോലെ 45 കിലോമീറ്റർ സ്പീഡാണ് പറയുന്നത്. 0.5 2 സോറി, അത് ടൂ വീലർ എന്നാണ് ഉദ്ദേശിച്ചേട്ടാ. 0.5 കിലോ വാട്ട് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റൂൾസ് പ്രകാരം 70 km/h ആണ്, 50 cc ആണ്, 4 കിലോ വാട്ട് ആണ്. പരിവാഹൻ സേവാ പ്രകാരമാണെങ്കിൽ L1 ടൈപ്പ് എന്ന് പറഞ്ഞാൽ 45 കിലോമീറ്റർ സ്പീഡും 0.5 കിലോ വാട്ടും ആണ്. അങ്ങനെയുള്ള ടൂ വീലർ ആണ്. 50 cc തന്നെ, cc മാറ്റമൊന്നുമില്ല. ഇനി അവിടെ ഒരു L2 വാഹനം കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. L2 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ 50 cc തന്നെയാണ്. അത് 50 cc കൂടുതലുള്ള വാഹനമാണ്. 4 കിലോ വാട്ടിന് കൂടുതലുള്ള വാഹനമായിട്ടുള്ള ടൂ വീലേഴ്സ് ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നേക്കാൾ L1 ടൈപ്പിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട വാഹനം, അതാണ് L2 ടൈപ്പ്. 2W CMVR 2W പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചെന്ന് വെച്ചാൽ ദേശീയ തലസ്ഥാന റീജിയനെ കുറിച്ചാണ്. ദേശീയ തലസ്ഥാന റീജിയൻ അത്ര പഠിച്ചാൽ മതി. എന്താണ് ദേശീയ തലസ്ഥാന റീജിയൻ എന്ന് പറഞ്ഞാൽ? ഡൽഹിയും ചുറ്റപ്പെട്ട സ്ഥലങ്ങളും അവിടെയുള്ള ജനസാന്ദ്രത, റോഡ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതിനെ കുറിച്ചാണ് 2W പറയുന്നത്. തലസ്ഥാന റീജിയൻ ഡൽഹി. അടുത്ത പഠിക്കുന്നത് വെച്ചാല് MV ആക്ടിലെ സെക്ഷൻ 3, 4, 5, 6, 10, 14, 15, 18, 20, 21, 23 ഇത്രയും നിങ്ങൾ സിലബസ് ഉണ്ട്. മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. പിന്നെ അതിന് മുമ്പ് മറ്റേ നമ്മളെ നേരത്തെ പഠിച്ച അഗ്രികൾച്ചറൽ ട്രെയിലേഴ്സിന്റെ എക്സാമ്പിൾസ് പഠിക്കുന്നത്. ലോഡർ വേഗൺ ഒന്ന് പഠിച്ചിരിക്കണം. ചേസർ ബിന്ന്, ഹോൾ ലിഫ്റ്റ്, ഡംപ്, ഹാർവസ്റ്റർ ഇത്രയും പഠിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ ഇതിൽ പെടുന്ന ഏതെന്നും പറഞ്ഞേ, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഉൾപ്പെടുത്തിയത്. അപ്പൊ ഇതില് നമ്മൾ ആ സെക്ഷൻസിലോട്ട് പോവാം. എന്താണ് ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചാപ്റ്റർ? രണ്ടാമത്തെ അധ്യായത്തിലാണ് ഇതിൽ MV ആക്ടിൽ പറയുന്നത്. അതിൽ 3ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ വകുപ്പ് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആവശ്യകത. എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് പറയുന്നതാണ് ഈ 3ാമത്തെ വകുപ്പ്. കാരണം കണ്ണിക്കണ്ട എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റൂല, അല്ലെ? അപകടങ്ങൾ ഉണ്ടാവൂലേ? അതിന് ലിമിറ്റ് വെക്കണം. അതിനൊരു പ്രായപരിധി ഉണ്ട്. അതാണ് 4ാമത്തെ സെക്ഷനിൽ പറയുന്നത്. 18 വയസ്സാണ് അതിന്റെ പ്രായപരിധി. എന്നാൽ 16 വയസ്സ് ഉള്ളവർക്ക്, അതിൽ താഴെയുള്ളവർക്ക് എന്താണ് 50 cc താഴെയുള്ള വാഹനങ്ങൾ ഓടിക്കാൻ 16 വയസ്സ് വേണം. 16 വയസ്സുണ്ടെങ്കിൽ 50 cc വാഹനങ്ങൾ ഓടിക്കാൻ പറ്റും. 4 ഉപവകുപ്പ് 2 പറയുന്നത് വെച്ചാൽ
20 വയസ്സായാലേ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടൂ, ബാഡ്ജ് ഉള്ള ലൈസൻസ് കിട്ടൂ. അതിന് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, 4 വീലർ ലൈസൻസ് നേടി 1 വർഷവും കഴിയണം. 4 വീലർ ലൈസൻസ് വേണമെങ്കിൽ 18 വയസ്സ് വേണം. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ലൈസൻസ് എടുക്കാൻ പറ്റൂ. പക്ഷെ മിനിമം 20 വയസ്സാവണം കേട്ടോ. 2 നിബന്ധനകളുണ്ട്. 19 വയസ്സായി 18 ലൈസൻസ് എടുത്തു, 19 വയസ്സ് എനിക്ക് കിട്ടുമെന്ന് പറ്റൂല. അതുകൊണ്ടാണ് ഈ ഹെവി വാഹനങ്ങളുടെ ടെസ്റ്റ് ഒക്കെ വിളിക്കുമ്പോൾ 21 വയസ്സെന്നൊക്കെ ലിമിറ്റ് വെക്കുന്നത്, 20 വയസ്സെന്നൊക്കെ ലിമിറ്റ് വെക്കുന്നത് കേട്ടോ. ഇനി 5ാമത്തെ വകുപ്പ് പറയുന്നത് 3, 4 വകുപ്പുകളുടെ ലംഘനത്തെ കുറിച്ചാണ് പറയുന്നത്. 3ാമത്തെ വകുപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെയും പ്രായപരിധി ഇല്ലാതെയൊക്കെ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് ഉള്ള ശിക്ഷകളെ കുറിച്ചൊക്കെയാണ് 3, 4 വകുപ്പിന്റെ ലംഘനത്തെ കുറിച്ചാണ് 5ൽ പറയുന്നത്. അതിന് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ 2 യോഗ്യത ഇല്ലാത്തവരാണെങ്കിൽ ആ വണ്ടിയുടെ ഉടമ ഒരിക്കലും അവർക്ക് ഓടിക്കാൻ വാഹനം കൊടുക്കരുത്. 6ാമത്തെ വകുപ്പ് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കൈവശം വയ്ക്കുന്നതിനുള്ള നിയന്ത്രണത്തെ കുറിച്ച് പറയുന്നു. ഒന്ന് ലേണേഴ്സ് ലൈസൻസ്. ആർക്കാണോ ലൈസൻസ് അവൻ വേണം ആ ലൈസൻസിൽ ഓടിക്കേണ്ട, അല്ല ആ ലൈസൻസ് വേറൊരുത്തിന്റെ പേരിൽ വെച്ച് ഓടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വേറൊരുത്തിന് കൈമാറാനും പാടില്ല. ടെമ്പററി ലൈസൻസ് ആയ ലേണേഴ്സ് ലൈസൻസിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. പിന്നെ 6ല് വകുപ്പ് 2ൽ പറയുന്നതാണ് ഈ കൈമാറാൻ പാടില്ല എന്ന് എടുത്ത് പറയുന്നത് കേട്ടോ. കൈവശം വയ്ക്കുന്ന ലൈസൻസ് വേറെ കൈമാറാൻ പാടില്ല എന്ന് പറയുന്നത് 6ല് വകുപ്പ് 2ലാണ്. 6ൽ എന്താണ് ഇതിന്റെ കൈവശം വയ്ക്കുന്നതിനുള്ള നിയന്ത്രണത്തെ കുറിച്ച് പറയുന്നുണ്ട്. 10ാമത്തെ വകുപ്പ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ രൂപവും അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് പറയുന്നു. മാതൃകയും ഉള്ളടക്കവും, അതാണ് കറക്റ്റ് കേട്ടോ. എങ്ങനെയാണ് ഈ ലൈസൻസ് വരുന്നത്, അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് 10ാമത്തെ വകുപ്പിലാണ്. 14ാമത്തെ വകുപ്പിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധിയെ കുറിച്ച് പറയുന്നു. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി 6 മാസമാണ്. 6 മാസം കഴിഞ്ഞാൽ വീണ്ടും ലേണേഴ്സ് എടുക്കണം നമുക്ക് ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ കാലാവധി അതിന്റെ ലൈസൻസ് കാലാവധി പണ്ട് 3 വർഷമായിരുന്നു, ഇപ്പൊ 5 വർഷമാക്കി. ഹസാർഡ് ഗുഡ്സ് വാഹനങ്ങളുടെ ലൈസൻസ് മുമ്പ് 1 വർഷമായിരുന്നു, ഇപ്പൊ എത്രയാക്കി, 3 വർഷമാക്കി. ഇനി ലൈസൻസിന്റെ കാലാവധിയെ കുറിച്ചല്ല ഇതിൽ പറയുന്നത്. 30 വയസ്സിൽ താഴെയുള്ള ഒരാള് ലൈസൻസ് എടുക്കുകയോ പുതുക്കാനോ പോകുമ്പോൾ 40 വയസ്സ് വരെ അദ്ദേഹത്തിന് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. ഇനി 30നും 50നും ഇടയിൽ പ്രായമുള്ള ഒരാൾ എടുക്കാനോ പുതുക്കാനോ പോകുമ്പോൾ 10 വർഷത്തേക്ക് നീട്ടിക്കൊടുക്കും. 35 വയസ്സുള്ള ആളാണെങ്കിൽ 45 വയസ്സ് വരെ. ഇനി 50 മുതൽ 55 വയസ്സിനിടയിൽ പ്രായമുള്ള ഒരാൾ ലൈസൻസിന് അപ്ലൈ ചെയ്യുകയോ പഴയ ലൈസൻസ് പുതുക്കുകയോ ചെയ്താൽ 60 വയസ്സ് വരെ എന്ത് ചെയ്യാം, പുതുക്കാൻ പറ്റും. ഇനി 55 വയസ്സിൽ കൂടുതലുള്ള ഒരാൾ, ഒരു 90 വയസ്സുള്ള ആളിന് ലൈസൻസ് കിട്ടും, അയാൾക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ. അപ്പം 5 വർഷത്തേക്ക് പുതുക്കി കൊടുക്കും, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യും. ഇനി അപ്പൊ ലൈസൻസിന് പ്രായപരിധി, കൂടിയ പ്രായപരിധി ഇല്ല. 15 പുതുക്കൽ. ലൈസൻസിന്റെ പുതുക്കലിനെ കുറിച്ച് പറയുന്നു. ലൈസൻസ് കാലാവധി തീരുന്നതിന് 1 വർഷം മുമ്പ് തൊട്ടേ നമുക്ക് പുതുക്കാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് കാലാവധി കഴിഞ്ഞ് പിന്നെ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ പുതുക്കണമെങ്കിൽ റീടെസ്റ്റ് നടത്തണം, ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരായേ പറ്റുള്ളൂ. 18ാമത്തെ വകുപ്പ് പറയുന്നത് ഓതറൈസ്ഡ് ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചാണ്. അതായത് നിങ്ങളിപ്പോ ഏതെങ്കിലും സർക്കാർ സർവീസിലോ കേന്ദ്ര സർവീസിലോ ജോലി ചെയ്യുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒഫീഷ്യൽ വാഹനം ഓടിക്കുന്നതിന് പ്രത്യേക ലൈസൻസ് വേണം, ഓതറൈസേഷൻ വേണം. അത് 18ലാണ് പറയുന്നത്. 20ാമത്തെ വകുപ്പ് പറയുന്നത് ഈ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസിലുള്ള അയോഗ്യതയെ കുറിച്ചാണ് പറയുന്നത്. അയോഗ്യത കൽപ്പിക്കുന്നത് കോർട്ടായിരിക്കും. അപ്പൊ ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാനുള്ള കോർട്ടിന്റെ അധികാരത്തെ 20ൽ പറയുന്നു. എന്താണ് 21? 184ാം വകുപ്പ് പ്രകാരം, അതായത് അപകടകരമായ ഡ്രൈവിംഗ് നടത്തുന്ന ആൾക്കാരുടെ കാര്യമാണ് 184 പറയുന്നത്. അത് പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ആയി പോകുന്ന അവസ്ഥയാണ് 21ാം സെക്ഷനിൽ പറയുന്നത്. ലാസ്റ്റ് സെക്ഷൻ 23 ഡ്രൈവിംഗിന്റെ അയോഗ്യതയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 23. രണ്ടാമത്തെ ഒരു പാർട്ട് ചെയ്യുന്നതായിരിക്കും.